PK ഫിറോസിനെതിരെ KT ജലീൽ MLA ഉന്നയിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് CPIM. പൊതുപ്രവർത്തനം നടത്തുന്നയാൾക്ക് എങ്ങനെ ഇത്ര പണം ലഭിക്കുമെന്നും പണത്തിന്റെ ഉറവിടം ഫിറോസ് വ്യക്തമാക്കണമെന്നും CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ലീഗ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്നും ജയൻ പറഞ്ഞു. പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഇത്രയേറെ പണം എവിടുന്നാണ് കിട്ടുന്നത്? അത് മറുപടി പറയേണ്ട ഒരു കാര്യമല്ലേ? ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നത് മുസ്ലിം ലീഗിൽ നിന്നാണ്, KMCCയിൽ നിന്നാണ്. ആ KMCCയുടെ നേതാക്കന്മാരാണ് ഈ വിവരം മുഴുവൻ താഴെ തട്ടിലേക്ക് കൊടുക്കുന്നത്. അല്ലെ ഇവരെ ഉള്ളിൽ നടന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തതയോടുകൂടി എങ്ങനെയാണ് KT ജലീലിന് കിട്ടുക? അപ്പോൾ ലീഗിനകത്ത് ഇക്കാര്യത്തിൽ നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഴിമതിക്കെതിരെ പോരാടാൻ തയ്യാറുള്ള വലിയൊരു ജനവിഭാഗം മുസ്ലിം ലീഗിനകത്തുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ജില്ലാ ലീഗ് നേതൃത്വവും സംസ്ഥാന ലീഗ് നേതൃത്വവും ജനങ്ങളോട് പറയാൻ വേണ്ടി തയ്യാറാവണം. സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണം. ആവശ്യമായ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യണമെന്നാണ് CPIM പറയാനുള്ളത്. CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. വിഷയം CPIM ഏറ്റെടുക്കുകയാണ്. KT ജലീലിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ PK ഫിറോസും യൂത്ത് ലീഗും നീക്കം തുടങ്ങിയിട്ടുണ്ട്. മലയാളം സർവകലാശാലയ്ക്കായി ഭൂമി വാങ്ങിയതിലെ അഴിമതി ആരോപണം വീണ്ടും ചർച്ചയാക്കാനാണ് നീക്കം. PK ഫിറോസും യൂത്ത് ലീഗ് നേതാക്കളും ഇന്ന് വിവാദ ഭൂമി സന്ദർശിക്കും. KT ജലീൽ 5 മണിക്ക് ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണും. മുബഷീർ P. അക്ബർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, ഗുഡ് മോർണിംഗ് മുബഷീർ. KT ജലീൽ PK ഫിറോസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. PK ഫിറോസ് KT ജലീലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ നടന്ന ആരോപണ പ്രത്യാരോപണ യുദ്ധത്തിൽ അകലം പാലിച്ചു നിൽക്കുകയായിരുന്നു നമ്മളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളും CPIM ഒക്കെ. നമ്മൾ ആ വിഷയം ഏറ്റെടുത്തു. ഇപ്പോൾ CPIM ആ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണോ? KT ജലീലിന്റെ ആരോപണങ്ങൾ ഇതിനെ ഇനി എങ്ങനെ നേരിടാനാണ് PK ഫിറോസും യൂത്ത് ലീഗും ഒക്കെ ശ്രമിക്കുന്നത്? നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം. അത് കത്തിച്ച് തിരികെ കൊണ്ടുവരാനാണോ, ചർച്ചയാക്കാനാണോ PK ഫിറോസ് ശ്രമിക്കുന്നത്? അതാണോ പ്രതിരോധം? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും നേരത്തെ യൂത്ത് ലീഗ് ഉന്നയിച്ച ആരോപണമായിരുന്നു KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിലെ തിരൂർ മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ട് വ്യാപക അഴിമതി നടന്നിട്ടുണ്ട്. KT ജലീലിന്റെ നേതൃത്വത്തിലായിരുന്നു സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ അഴിമതി നടന്നതെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അന്നത്തെ ചർച്ചയായ ആരോപണം വീണ്ടും ചർച്ചയാക്കാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗ് നേതാക്കളും PK ഫിറോസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് KT ജലീൽ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ KT ജലീലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പഴയ ആരോപണം വീണ്ടും പൊടി തട്ടിയെടുത്ത് ചർച്ചയാക്കാനാണ് PK ഫിറോസിന്റെ ശ്രമം. ഇന്നിപ്പോൾ വൈകിട്ട് 3 മണിക്ക് തിരൂരിലെ മലയാളം സർവകലാശാല ഭൂമി PK ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് ലീഗ് നേതാക്കൾ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകളൊക്കെ പുറത്തുവിടുമെന്നുള്ളതാണ് യൂത്ത് ലീഗ് വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ PK ഫിറോസിന് മറുപടി നൽകാൻ ഇന്ന് KT ജലീലും വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്ക് തിരൂർ PWD റെസ്റ്റ് ഹൗസ് പരിസരത്ത് വെച്ചാണ് മാധ്യമങ്ങളെ അദ്ദേഹവും കാണുന്നത്. ഒരു ഭാഗത്ത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ KT ജലീലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. അന്നത് വാർത്തയായിരുന്നില്ല. പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ചില നിർണായകമായിട്ടുള്ള രേഖകൾ, തെളിവുകളൊക്കെ തന്നെ പുറത്തുവിടുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ദുബായ് ആസ്ഥാനമായി PK ഫിറോസ് 5.25 ലക്ഷത്തോളം രൂപ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്നുണ്ടെന്നൊരു വിവരമായിരുന്നു രാഷ്ട്രീയ കേരളം ഏറെ ഞെട്ടലോടെ കേട്ടത്. പിന്നീട് ഇത് PK ഫിറോസ് തന്നെ സമ്മതിക്കുന്നു. പക്ഷേ ഏത് തരത്തിലുള്ള ജോലിയാണ്, അതിന്റെ സ്വഭാവം തന്നെ വ്യക്തമാക്കാൻ PK ഫിറോസ് തയ്യാറായിരുന്നില്ല. ആ നിലയിൽ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് 2 നേതാക്കളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്താൻ പോകുന്നത്. അരുൺകുമാർ.